അയ്യോ, അബദ്ധം പറ്റിയിട്ട് പണ്ടാരടങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കിട്ടിയത് 8ന്റെ പണിയാണ്. റൂമിലിരുന്നപ്പോൾ മോമോസ് കഴിക്കാൻ ഒടുക്കത്തെ ആഗ്രഹം. മോമോസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോഴാണ് ഇയാൾ ആദ്യം പരിചയപ്പെട്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഴുങ്ങിയെടുത്ത ഫുഡാണിത്. അങ്ങനെയെങ്കിൽ എന്താണിതെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കെട്ടിയവനും കുട്ടിയും കൂടെ വന്നു. ഗൂഗിൾ അമ്മച്ചിയോട് മിസ്റ്റർ മോമോസ് എന്ന ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് വളരെ ചുറ്റിച്ചിട്ട് 20 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ആക്ച്വലി ഇത് മദീന മാളിനകത്താട്ടോ. മദീന മാൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് 10 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാളിനകത്തേക്ക് എനിക്ക് ഈ കൊച്ചിനെ കൊണ്ടുവരുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. കാരണം അവൾ അതിനകത്ത് കയറിയാൽ തന്നെ അവളുടെ തനി കോണം കാണിക്കാൻ തുടങ്ങും. യെസ് ഗൈസ്, കാണിച്ചു തുടങ്ങി. എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പീഹുൻ ഒറ്റയ്ക്ക് നിൽക്കണം. ആരും എടുക്കാനും പാടില്ല, തൊടാനും പാടില്ല. ഇത് വളരെ അപകടമുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നിവൃത്തികേട് കൊണ്ടാണ്. മോമോസ് തപ്പി നടന്ന് ഫസ്റ്റ് ഫ്ലോറിലെത്തിയ നമ്മളെത്തിയത് കാരിഫോറിന്റെ ഫ്രണ്ടിലായിരുന്നു. അബദ്ധമെന്ന് പറയണല്ലോ, പീഹുവിന് കോളടിച്ചു. അവൾ ആവശ്യമുള്ള പാവകളൊക്കെ സെറ്റാക്കി. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് മിസ്റ്റർ മോമോ. അത് ഫുഡ് കോർട്ടിനകത്ത്. പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലിഫ്റ്റ് ചൂസ് ചെയ്തു. അവർ നടന്നു വന്നു. അപ്പനും മോളും നടന്നെത്തിയില്ല. ഞാൻ ഇവിടെ നേരത്തെ ഫ്രണ്ടിലേക്ക് എത്തിട്ടോ. അങ്ങനെ മിസ്റ്റർ മോമോസ് തപ്പി നോക്കിയപ്പോൾ എന്റെ മുമ്പിൽ വന്നത് ഡാർജിലിംഗ് മോമോ ആണ്. എന്തായാലും അതിനകത്തൊരു മോമോ ഉണ്ടോ? ഞാൻ നേരെ അങ്ങോട്ടേക്ക് കയറി. മോമോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഷെഫ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മോമോ മാത്രമേ വേണ്ടൂ. വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ടിബറ്റൻ ഫുഡിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് അവർ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ലാസ ഗ്യാത്തൂക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെജിറ്റബിൾസ് ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ആക്ച്വലി എനിക്ക് ചിക്കൻ മതി. ബീഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടേസ്റ്റി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്ത് ചിക്കനാണ്. വെറും ഒരു മോമോസ് കഴിക്കാൻ വന്ന ഞങ്ങളിപ്പോൾ ലാസ ഗ്യാത്തൂക്ക് എന്ന് പറയുന്ന വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയായിരിക്കും ഇതെന്ന് എനിക്കറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. നമുക്ക് അവർ ചെറിയൊരു റിമോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ അവരൊരു അലാറം തരും. അപ്പോൾ നമ്മൾക്ക് അലാറം കിട്ടി. നേരെ ഹസ്ബൻഡ് പോയി ഫുഡ് വാങ്ങിച്ചു തിരിച്ചു വരികയാണ്. ഞാനിങ്ങനെ എക്സൈറ്റഡോടെ കാത്തിരിക്കുകയാണ്. ഇതെന്തായിരിക്കും സാധനം, തിന്നാൻ പറ്റുമോ അതോ പൈസ വെള്ളത്തിലായി കഴിഞ്ഞാൽ ഞാൻ തീർന്നു. കാരണം എൻ്റെ ഒരൊറ്റ ആഗ്രഹപ്രകാരമാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പൈസ വസൂലായില്ലെങ്കിൽ ഞാൻ തീർന്നു തന്നെ. സംഭവം കണ്ടിട്ട് ഒരു സൂപ്പ് പോലെ ഉണ്ട്. നമുക്ക് നോക്കാം, ഇതിനകത്ത് ചിള്ളി നോക്കാം. മോമോ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സും വയറും നിറഞ്ഞു കേട്ടോ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് മോമോ ആണ്. കാരണം എന്തെന്നറിയില്ല, എനിക്ക് എൻ്റെ ബാംഗ്ലൂർ ലൈഫും അതിൻ്റെ ഈവനിങ്ങും ഞങ്ങളിങ്ങനെ മഴയത്തൊക്കെ പോയി മോമോ കഴിക്കുന്നതൊക്കെ ഓർമ്മ വന്നു. ഇനി ടേസ്റ്റ് ചെയ്യാൻ വന്ന ലാസ ഗ്യാത്തൂക്കാണ്. നോക്കട്ടെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഫസ്റ്റ് തന്നെ ചിക്കൻ എടുത്തു. ഓക്കെയാണ്. സൂപ്പൊക്കെ സൂപ്പർ ആട്ടോ. ഞാൻ നോർമൽ സൂപ്പ് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇത് കഴിച്ചത്. എനിക്ക് അതിനകത്തുള്ള വെജിറ്റബിൾസ് മഷ്റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിളും പുഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് ഷുഗർ ഉണ്ട്. പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാരൂപം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. മര്യാദക്ക് കഴിക്കാവുന്ന ഈ ഒരു നൂഡിൽസിന് അവൾ തലങ്ങും വിലങ്ങും ചുറ്റിയൊക്കെയാണ് കഴിച്ചത്. ഈ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അങ്കക്കളരി ആട്ടോ ഈ കാണുന്നത്. കഴിച്ച ഫുഡൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് ടേട്ടിന്റെ പണിയാണ് ഈ കയ്യിൽ കാണുന്ന കവർ. ഒരു ചെറിയ മോമോ കഴിക്കാൻ വന്നിട്ട് ഇത്രയും പൈസ ഞാൻ ചിലവാക്കി. അപ്പോൾ ഇനി മോമോ കഴിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.